വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര തേശ്ശേരി കുളമാണ് നവീകരണം പാതിവഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തേശ്ശേരിക്കുളം. ജലസമൃദ്ധമായ തേശ്ശേരിക്കുളം നവീകരിച്ചെടുത്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി മാറും. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഈ കുളം. ഇവിടുത്തെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. കാലാന്തരങ്ങളായി മണ്ണ് അടിഞ്ഞ് മറ്റു പലരും അന്യപ്പെടുകയും ആ കുളം വിസ്മൃതിയിലാവുകയും ചെയ്തു. പിന്നീട് സേവ് വെള്ളിക്കുളങ്ങരയൊക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിരന്തരം അധികാരികളുടെ ഇതിൽ ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തി സെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു കുളം കുത്തുകയും ചെയ്തു. കുളം കുത്തി ഇത്രയും ഫണ്ടൊക്കെ ഉപയോഗിച്ചെങ്കിലും ഇന്നും കുടിവെള്ളത്തിനോ കൃഷിക്ക് ആവശ്യമായ ഇവിടുത്തെ ജലം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അരനൂറ്റാണ്ട് മുമ്പ് വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടിവലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരി കുളത്തിലായിരുന്നുവെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇവിടെ പാടങ്ങൾ ഇല്ലാതാകുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരിക്കുളം വിസ്തൃതിയിലായി. ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന ആവശ്യമുയർന്നതോടെ 2 പതിറ്റാണ്ട് മുമ്പ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 3/4 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ സ്തംഭിക്കുകയായിരുന്നു. കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകളില്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടുനിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാകുകയുള്ളൂ. ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ, ഒരു സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കഴുകാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് പറ്റും. തന്നെയുമല്ല, പ്രായം ചെന്ന വയോജനങ്ങൾക്ക് വന്ന് കുറച്ചു നേരം ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം, മറ്റ് ഉപകരണങ്ങളോടൊക്കെ വെക്കാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ കുളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് 34 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴി ഇല്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല. നേരത്തെ ഉണ്ടായിരുന്ന പൊതുവഴി പുനരുദ്ധരിച്ച് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. TC വിനോസ്, കൊടകര.